കേരളം അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പം വേദിയിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിയായിരുന്നു. കമലഹാസനും മോഹൻലാലും ക്ഷണിച്ചിട്ട് എത്തിയില്ല. കർഷകരെ ആരെയും വിളിച്ചോ? അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പം കേരളത്തിൽ കർഷകരില്ലേ? അതുപോലെ എത്ര കോൺക്ലേവുകൾ ഇവിടെ നടക്കുന്നുണ്ട്. വലിയ വലിയ പത്രമാധ്യമങ്ങൾ വരെ കോൺക്ലേവുകൾ നടക്കും. അവിടെ എവിടെയും കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനില്ല. നെല്ലിവിടെ കെട്ടിക്കിടന്ന് കർഷകർ ബുദ്ധിമുട്ടുമ്പോൾ കേരളം അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നെല്ലെടുക്കാൻ മില്ലുകൾ തയ്യാറാവാതെ കിടക്കുന്ന സമയമാണത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും അവരൊക്കെ സമൂഹത്തിന് പല കാര്യങ്ങളും, ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ച് പറയാം, മമ്മൂക്കയുടെ കൃഷി ഞങ്ങളാണ് കുറെ നാളുകൾ ചെയ്തത്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കർഷകർക്ക് ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് കേരളത്തിൽ അവരെത്തിയിട്ടില്ല. ഒരു സംശയവും വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ വലിയ ഭൂ ഉടമകളാണ് കർഷകർ. വ്യവസായികൾ എന്നാണല്ലോ അവരെ പറയുന്നത്. തമിഴില് വ്യവസായികൾ എന്നാണ് പറയുന്നത്. വ്യവസായം എന്നാണ് അവർ കൃഷിയെ പറയുന്നത്. അവരുടെ വ്യവസായമാണത്. അവർക്ക് മിനിമം നാട്ടിലെങ്കിലും ഒരു വില ഉണ്ടാവും. വലിയ കർഷകർക്കൊക്കെ അവരാരും ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കില്ല. വലിയ ഭൂസ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഒന്നും ആഡംബര ജീവിതം, നമ്മളെ പോലെ വലിയ വീട്, 2-3 വണ്ടികൾ, നമ്മളെങ്ങനെ മലയാളി ഇതിലേക്ക് പോയി എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. കാര്യം നമുക്കറിയാവുന്ന എത്രയോ പേര് ഓരോ വീടുകൾ പണിതിട്ടിട്ട് ഇപ്പോൾ വിൽക്കാൻ ഓടി നടക്കുക. 1.5 കോടി 2 കോടി രൂപയുടെ വിദേശ രാജ്യങ്ങളിൽ ടാക്സും കൊടുത്ത് ലോണും എടുത്ത് പണിയുന്ന വീടുകളാണ്. പക്ഷെ അവർക്കതിൽ താമസിക്കാനും പറ്റുന്നില്ല. ഈ ലോൺ അടച്ചിട്ട് ഒരു നല്ല ഭക്ഷണം മേടിച്ചിട്ട് കഴിക്കാനും പറ്റുന്നില്ല. നമ്മളൊരു ബാധ്യത വന്നാൽ ആദ്യം എവിടെയാ ചുരുങ്ങുന്നത്? ഭക്ഷണത്തിലായിരിക്കും, അല്ലേ? വാങ്ങിക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചുരുക്കും.